ഹലോ മച്ചാമാരെ, ശ്രീമോസിലേക്ക് സ്വാഗതം. ഇക്കുറി നാഷണൽ അവാർഡ് മമ്മൂക്കയ്ക്ക് തന്നെയാണ്. ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. നമുക്കറിയാം, കഴിഞ്ഞ 27 വർഷങ്ങളായിട്ട് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് നൽകിയിട്ടില്ല. 4 5 തവണ അദ്ദേഹം അർഹനായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം തന്നെ അർഹനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവിടെ ഒരു മുടന്തൻ ന്യായമായിട്ട് വന്നു. സെക്കൻഡ് ഹാഫ് ലാഗായിരുന്നു മമ്മൂട്ടി അഭിനയിച്ച ഈ സിനിമയ്ക്ക് എന്നുള്ള പേരൻപ് എന്ന സിനിമയ്ക്ക്. ഇക്കുറി കാര്യങ്ങളൊക്കെ മാറുകയാണ്. നമുക്കറിയാം, ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്ന വാർത്തയാണ് ഈ കുറി മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലാണ് മത്സരം എന്നുള്ളത്. മമ്മൂട്ടിയുടേതായി 3 സിനിമകളാണെങ്കിൽ 2 സിനിമകളാണ് ഫൈനൽ റൗണ്ടിലെത്തിയതായിട്ട് അറിയപ്പെടുന്നത്. ഋഷഭ് ഷെട്ടിയുടെ ആണെങ്കിൽ കാന്താര എന്ന സിനിമയാണ്. കാന്താരയും അതേപോലെ തന്നെ മികച്ച ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഇക്കുറി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഒരുപാട് അംഗീകൃതമായിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന അഭിപ്രായം അനുസരിച്ചിട്ട് ഒരുപക്ഷെ ഈ പറഞ്ഞ കാന്താര എന്ന സിനിമ മികച്ചതാണ്, ഒരിക്കലും ഒരു പ്രശ്നവുമില്ല, നാഷണൽ അവാർഡിന് അർഹമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ മിന്നുന്ന പ്രകടനം തന്നെയാണ് ഋഷഭ് ഷെട്ടി അതിനകത്തിൽ കാത്തു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ 2 സിനിമകളും ഏറെ വ്യത്യസ്തത പുലർത്തുന്നു. പ്രത്യേകിച്ച് നൻപകൽ നേരത്ത് മയക്കം വേറൊരു തലത്തിലേക്ക് സിനിമാ ലോകത്തെ ഉൾപ്പെടെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അത്ര മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽഡ് ആക്ടിംഗ് ആണ് മമ്മൂട്ടിയുടേതായി വന്നിരിക്കുന്നത്. 2 കഥാപാത്രങ്ങളിലേക്ക് മിന്നി മാറുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, കണ്ണുള്ളവർക്കറിയാം ഇത് വേറെ വ്യത്യസ്തമാണ്. റോഷാക്കും അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന മറ്റൊരു സിനിമയാണ്. ഈ 2 സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിലൊരു സിനിമ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറെയും പിന്നോക്കം തന്നെയാണ് ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്നുള്ളത്. എന്ന് വെച്ചിട്ട് കാന്താര കുറഞ്ഞ സിനിമയാണെന്നല്ല, അവസാന 20-25 മിനിറ്റത്തെ പെർഫോമൻസ് അത് നാഷണൽ അവാർഡിന് പൂർണ്ണമായിട്ടും അർഹമായിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കാൻ ഒരു നടനും നല്ല സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കും വിശ്വാസമുള്ളത്. തീർച്ചയായും ഒരു പക്ഷേ ഇവരുടെ 2 പേരും കൂടെ ഷെയർ ചെയ്യുമായിരിക്കും. എന്നിരുന്നാലും ഏറ്റവും ഇന്ന് പുറത്ത് വരുന്ന അല്ലെങ്കിൽ അറിയുന്ന ഡീറ്റെയിൽസിനതിൽ മമ്മൂട്ടി തന്നെയാണ് ഒരു പിടിയല്ല, ഒരു ഏറെ പിടി മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് നൻപകൽ നേരത്തും റോഷാക്കും. ഒരുപക്ഷെ സംസ്ഥാന അവാർഡിൽ പോലും റോഷാക്കിന് അത്ര കണ്ട ഒരു മികവ് ഇവിടെ ആരും കണ്ടില്ലെങ്കിൽ നാഷണൽ അവാർഡ് കാറ്റഗറിയിൽ റോഷാക്ക് മുന്നിൽ തന്നെ നിൽക്കുന്നു. മമ്മൂട്ടിയുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ്, റിവെഞ്ച് ത്രില്ലർ എന്നുള്ള ലെവലിലാണ് അത് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മിന്നുന്ന പ്രകടനം തന്നെയാണ് അതിൻ്റെ കാതലും എന്ന് പറയാം. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഇവിടെ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. ഇക്കുറി മമ്മൂക്ക തന്നെ ഈ ഒരു നാഷണൽ അവാർഡ് നേടും. കാരണം തഴയാൻ കഴിയില്ല. 27 വർഷങ്ങൾ തഴഞ്ഞെങ്കിൽ, ഒരുപാട് കണ്ണു പൊട്ടുന്ന കള്ളങ്ങൾ പറഞ്ഞ് തഴഞ്ഞെങ്കിൽ, ഇക്കുറി അങ്ങനെ പറഞ്ഞാൽ ദൈവം പോലും പൊറുക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ഒരു നടനത്തെയാണ് വിലയിരുത്തേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. മമ്മൂട്ടി എന്ന വ്യക്തി എങ്ങനെയാണെന്ന് ഓരോ മലയാളിക്കും അറിയാം. അത് ഒരു മലയാളിക്കും ഒരു പ്രശ്നവുമല്ല. അതുകൊണ്ട് തന്നെ അവർക്കറിയാം എങ്ങനെയാണ് അവരുടെ മമ്മൂട്ടി. പലർക്കും ഇഷ്ടമുണ്ടാകാം, ഇഷ്ടമല്ല. പക്ഷേ ഒരേ സ്വരത്തിൽ അവർ പറയും, ഞങ്ങളുടെ മമ്മൂക്ക സൂപ്പറാണ്, അതേപോലെ അദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുന്നു, അഭിനയകലയിൽ മമ്മൂക്കയെ വെല്ലാൻ ഇന്ന് ആരുമില്ല. ഇന്ന് ഏത് നാഷണൽ അവാർഡ് എടുത്തു കഴിഞ്ഞാലും മമ്മൂക്ക തന്നെ മുന്നിലുണ്ട്. ഇനി അടുത്ത വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും മമ്മൂക്ക ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നാലെ വരേണ്ട ആളുകൾ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ്. കാത്തിരിക്കാം. ഇക്കുറി അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് ലഭിക്കും എന്നുള്ളത്. താങ്ക് യു ബ്രോസ്.